അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹു നമ്മുടെ ഇരുത്തം നാളെ മരണപ്പെട്ടവൻ്റെ മുന്നിലെത്തുമ്പോൾ നമുക്ക് അനുകൂലമായി വിധി പറയുന്ന നിമിഷങ്ങളിൽ എഴുതി ചേർക്കുമാറാകട്ടെ. ആമീൻ. നമ്മൾ സൂറ റഹ്മാൻ 25 ആയത്തുകളാണ് ഇതുവരെ പഠിച്ചത്. ഈ സൂറത്തിൻ്റെ ഒരു പ്രധാന വിഷയം നമ്മളെ മനസ്സിലുണ്ടാവും. റഹ്മത്ത്, റഹ്മാൻ എന്ന അള്ളാൻ്റെ സവിശേഷതയെ വിശദീകരിക്കുന്നതാണ് സൂറത്ത്. അപ്പോൾ അതിൽ റഹ്മത്തിൻ്റെ ഉദാഹരണങ്ങളാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഉദാഹരണമായിട്ട് ഇൽമ്, അറിവിനെ കുറിച്ച് പറഞ്ഞു, അല്ലമൽ ഖുർആൻ. പിന്നെ അതിനുശേഷം പ്രപഞ്ചത്തിലെ വ്യവസ്ഥ, സിസ്റ്റം എന്നത് റഹ്മത്തിൻ്റെ ഉദാഹരണമായിട്ട് പറഞ്ഞു. പിന്നെ ഈ പ്രപഞ്ചത്തിലെ വ്യവസ്ഥ തന്നെ എങ്ങനെയാണ് ഭൂമിയിൽ ജീവിതം സാധ്യമാക്കുന്നത് എന്ന വിഷയം പറഞ്ഞു. നാലാമത് നമ്മൾ പഠിച്ചത് ഈ പ്രപഞ്ചത്തിലെ അതേ പദാർത്ഥങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ് മനുഷ്യനെയും ജിന്നുകളെയുമൊക്കെ സൃഷ്ടിച്ചത്. അഞ്ചാമത് റബ്ബ് എന്നത് നമ്മൾ പഠിച്ചു. റബ്ബ് എല്ലാ ദിശയെയും നിയന്ത്രിക്കുന്ന റബ്ബ്. അപ്പോൾ ഇതും റഹ്മത്തിൻ്റെ ഉദാഹരണമായിട്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കടലിൽ നിന്നും മനുഷ്യനുണ്ടാകുന്ന ഉപയോഗങ്ങളും അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഇനിയുള്ള ആയത്തുകൾ ഈ സൂറത്ത് മറ്റൊരു ശൈലിയിൽ അള്ളാഹു ശൈലി മാറ്റാണ്. ഇതുവരെ പറഞ്ഞത് ജീവിതം സാധ്യമാകുന്നത്. അപ്പോൾ ഇതുവരെയുള്ള ആയത്തുകളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രപഞ്ചം വളരെ സുന്ദരമായിട്ട് വളരെ കണക്കോടുകൂടി ചലിക്കുന്ന ഒരു പ്രപഞ്ചത്താണ് നമ്മൾ മനസ്സിലുണ്ടാകുക. ഇനിയുള്ള ആയത്തിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ശൈലിയാണ് ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ ഇതൊക്കെ തകരുന്ന ഒരു ശൈലി, മനുഷ്യന് നിയന്ത്രണം നഷ്ടമാകുന്ന ശൈലി, നമ്മളൊന്നുമല്ല എന്ന് പറയുന്ന വിഷയങ്ങൾ. അപ്പം രണ്ടും ഒരേ പർപ്പസിനാണ് പറയുന്നത്, റഹ്മത്തിനെ പരിചയപ്പെടുത്താനാണ്. ആദ്യത്തെ ശൈലിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റം വെച്ചുകൊണ്ടാണ് റഹ്മത്തിനെ പരിചയപ്പെടുന്നതെങ്കിൽ ഇനിയുള്ള ആയത്തുകളിൽ സിസ്റ്റം ഇല്ലാതാവുന്നത് മാണ് നമുക്ക് തിരിച്ചറിയാവുന്നത് അള്ളാഹിൻ്റെ റഹ്മത്തുണ്ട് എന്നതാണ് അടുത്ത ആയത്തുകളുടെ ഒരു ശൈലി എന്ന് പറയുന്നത്. നമുക്ക് ആയത്തിൽ പോയിട്ട് ബാക്കി വിശദീകരണത്തിലേക്ക് പോവാം. 26ാമത്തെ ആയത്തിൽ കുല്ലുമൻ അലൈഹ ഫാൻ. കുല്ലുമൻ അലൈഹ ഫാൻ. കുല്ലു എന്ന് പറഞ്ഞാൽ എല്ലാം, മൻ അലൈഹ അതിന് മുകളിൽ എന്ന് പറഞ്ഞാൽ ഏതിന് മുകളിലാണ്? ഇതുവരെ പറഞ്ഞിരുന്നത് പ്രപഞ്ചമാണ്, പ്രപഞ്ചവും ഭൂമിയെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിന് മുകളിലുള്ളതെല്ലാം ഇതുവരെ കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഈത്തപ്പഴം, പിന്നെ കടല്, പിന്നെ സൂര്യൻ, ചന്ദ്രൻ, ഇതൊക്കെ പറഞ്ഞിരുന്നു. ഇതൊക്കെ എന്ത് ചെയ്യും? ഫാൻ. ഫാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് വാക്കിൻ്റെ അർത്ഥം മാറ്റം എന്നാണ്, ചേഞ്ച്. ഇവിടെ നേർക്കുനേരെ നാശം എന്നാണ് ഇട്ടിട്ടുള്ളത്, എല്ലാം നശിച്ചു പോകും എന്നാണ്. ശരിക്കും മാറ്റം, ഒന്ന് മറ്റൊന്നിലേക്ക് മാറുന്നതിനെയാണ് ഫാൻ എന്ന് പറയുക. ഈ മാറ്റത്തിൽ എന്തുണ്ട്? എല്ലാ മാറ്റത്തിലും ഒരു നാശമുണ്ട്. കാരണം ഒരു കാര്യം നശിച്ചിട്ടാണ് മറ്റൊന്നിലേക്ക് പോകുന്നത്. അങ്ങനെയുള്ള മാറ്റം സംഭവിക്കുക. പഴയതില്ലാതായിട്ട് പുതിയത് ഉണ്ടാകുകയാണ് ചെയ്യുക. അപ്പം ആ അർത്ഥത്തിൽ എന്താണ് നാശം എന്നുള്ളതും ഇങ്ങനെ ഉപയോഗിക്കുക. അപ്പം ഇവിടെ പറയുന്നത് എല്ലാം, ഈ പ്രപഞ്ചത്തിലെ ഭൂമിയിലെ എല്ലാം എന്ത് ചെയ്യും? നശിച്ചു പോകും, അല്ലെങ്കിൽ ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്നും മാറും. 27ാമത്തെ ആയത്തിൽ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. യബ്ഖാ, ബഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവശേഷിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ നിലനിൽക്കുക. അപ്പോൾ ഫാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നശിക്കുക എന്നാണ് അർത്ഥം. ബക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നശിക്കാതെ മാറാതെ നിലനിൽക്കുക എന്നുള്ളതാണ് ബക്ക. വയബ്ഖ നിലനിൽക്കുന്നു. എന്ത് മാത്രമേ നിലനിൽക്കുള്ളൂ? ഇതെല്ലാം നശിച്ചു കഴിഞ്ഞാൽ. വജ്ഹു റബ്ബിക. വജ്ഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? വജ്ഹ് എന്ന് പറഞ്ഞാൽ നേർക്ക് നേരെ നമ്മൾ മുഖം എന്നാണ് പറയുക. പക്ഷെ വജ്ഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യക്ഷമാകുന്ന സാധനമാണ്. ഒരു സാധനത്തിൻ്റെ ആദ്യം വിസിബിൾ ആകുന്ന സാധനമാണ് വജ്ഹ് എന്ന് പറഞ്ഞാൽ. അതേപോലെ ദിശക്ക് വജ്ഹ് എന്ന് പറയും. വജ്ജഹത്ത് വജ്ഹിയലില്ലതി എന്നാണ് നമ്മൾ പറയൽ. എൻ്റെ മുഖം ഞാൻ ഇന്ന ദിശയിലേക്ക് തിരിക്കുന്നു. അപ്പോൾ വജ്ഹ് എന്ന് പറഞ്ഞാൽ പേഴ്സണാലിറ്റിയാണ്, ഒരാളെ പറയാൻ അയാളുടെ മുഖം എന്ന് പറയുന്നത്. അപ്പം അള്ളാഹുവിൻ്റെ അസ്തിത്വം എന്നതിനെ കുറിക്കാനാണ് വജ്ഹ് എന്നിവിടെ കുറിക്കുന്നത്. വയബ്ഖ വജ്ഹു റബ്ബിക. നിന്റെ റബ്ബിൻ്റെ വജ്ഹ് മാത്രം എന്ത് ചെയ്യും? എല്ലാം നശിച്ചിട്ട് അത് മാത്രം എന്ത് ചെയ്യും? നിലനിൽക്കും. ആരാണ് റബ്ബ്? റബ്ബിൻ്റെ രണ്ട് സവിശേഷതകൾ കൂടെ അവിടെ പറയാണ്. എന്തൊക്കെയാണ്? ജലാലും
ഇക്റാമും. ഇത് വളരെ കുറച്ച് ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ള അള്ളാഹിൻ്റെ സവിശേഷതയാണ്. അൽ ജലീൽ എന്നത് അള്ളാഹിൻ്റെ നാമമാണ്. അൽ ജലീൽ. ജലാലി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ മെജസ്റ്റി എന്ന് നമ്മൾ പറയില്ലേ, എന്താണ് മഹത്വം, പ്രതാപം, തേജസ്, ഗാംഭീര്യം എന്ന് പറയില്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വിഷയത്തിലും വളരെ ഉയർന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോഴാണ് ഗാംഭീര്യം എന്ന് നമ്മൾ പറയാം, മഹത്വം എന്ന് പറയുന്നത്. അതാണ് ജലാലിയത്ത്. ഇക്റാം, കരീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദരണീയതയാണ്. ആദരണീയത എന്ന് പറഞ്ഞാൽ പിന്നെ ഏത് വിഷയത്തിലും എല്ലാ വിഷയവും പൂർണ്ണമാകുമ്പം നമുക്കൊന്നിനോട് തോന്നുന്നത് ആദരവാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇക്റാമും ജലാലുമായിട്ടുള്ള അള്ളാഹിൻ്റെ അസ്തിത്വം മാത്രം എന്ത് ചെയ്യും, പ്രപഞ്ചത്തിൽ നിലനിൽക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇത് എന്നിട്ട് അള്ളാഹു ചോദിക്കുന്നത് ഫബിഐ ആലാഹി റബ്ബിക്കുമ തുകദ്ദിബാൻ, അള്ളാഹിൻ്റെ ഏത് അനുഗ്രഹത്തെയാണ്, ഏത് സൃഷ്ടിപ്പിനെയാണ് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുക, കളവാക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഇത് ഈ ആയത്ത് എന്ന് പറയുന്നത് ഖുർആനിൽ നിരന്തരം ഖുർആൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, എന്ന് മാത്രമല്ല നമുക്ക് ജീവിതം പരിചയപ്പെടുത്തുമ്പം ആദ്യം പഠിപ്പിക്കുന്ന, 1-ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ആദ്യത്തെ പാഠങ്ങളിൽ ഒന്നായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ആയത്ത് പറയുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം നമ്മളടക്കം നശിച്ചു പോകും എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല അള്ളാഹു മാത്രമേ അവസാനം നിലനിൽക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഈ അടിസ്ഥാനം മനസ്സിലാകാതെ നമുക്ക് ഇസ്ലാമിൻ്റെ ഒന്നും മനസ്സിലാവില്ല. ഇസ്ലാമിനെ മനസ്സിലാക്കി തുടങ്ങണമെങ്കിൽ തന്നെ ഈ പ്രപഞ്ചം നശിച്ചു പോകുമെന്ന കൺസെപ്റ്റിൽ നിന്നുകൊണ്ടേ ഇസ്ലാമിനെ നമുക്ക് മനസ്സിലാവുള്ളൂ. ഈ കൺസെപ്റ്റ് മനസ്സിലാകാതെ അള്ളാഹ് പറയുന്ന ഒന്നും നമുക്ക് മനസ്സിലാവില്ല. ഈ കൺസെപ്റ്റ് മനസ്സിലാകാതെ അള്ളാഹു പറഞ്ഞ ത്യാഗം നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ എന്തിനാണ് ത്യാഗം ചെയ്യുന്നത്? ഈ ലോകത്തിന് ശേഷം ഒരു നീതി അല്ലെങ്കിൽ ഒരു പ്രതിഫല നാളിനെ കുറിച്ചുള്ള പ്രതീക്ഷ എന്നാണ്. ഇസ്ലാം പറയുന്ന ഓരോ വിഷയവും എന്തിനാണ് നമ്മൾ നമസ്കരിക്കുന്നത്? ആരും ചെയ്യാത്ത ഒരു പ്രത്യേകതരം ഒരു ചടങ്ങ് നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? എല്ലാത്തിൻ്റെയും ഉത്തരം ഈ ലോകം കഴിഞ്ഞിട്ട് പരലോകം എന്നുള്ള ഒരു തത്വം, ഒരു ലോജിക്ക് വെച്ചുകൊണ്ടാണ് ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. നമ്മൾ പലപ്പോഴും പറയും നമുക്ക് വലിയ പ്രതിസന്ധി വരുമ്പോഴും നമ്മൾ തകരൂല, മറ്റുള്ളവർ തകരുന്ന പോലെ. നമ്മൾ പറയുന്നത് എന്താണ്? ഇത് അള്ളാഹിൻ്റെ പരീക്ഷണമാണ്. അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്? എന്തോ ഒരു കാര്യം കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ എന്തോ ഒരു കാര്യം എന്നുള്ളതിൻ്റെ ലോജിക്ക് കിടക്കുന്നത് ഇത് നശിക്കും, അടുത്തത് വരും എന്നുള്ളതാണ്. ഈ പ്രപഞ്ചം നശിക്കും എന്നത് നമുക്ക് മനസ്സിലാകാതെ ഇസ്ലാം മനസ്സിലാവില്ല, അള്ളാഹ് പറയുന്ന മനസ്സിലാവില്ല. ഒരു ധാർമ്മിക നിയമങ്ങളും, സക്കാത്ത് കൊടുക്കാൻ കഴിയില്ല. സക്കാത്ത് എങ്ങനെ നമ്മൾ ലോജിക്കലി കൊടുക്കുക? നമ്മളെ കൈമിലുള്ള പൈസ എങ്ങനെ മറ്റുള്ളവർക്ക് കൊടുക്കുക? അതിലൊരു ലോജിക്കും ഇല്ല. ശരിക്ക് ഭൗതികമായിട്ട് ഒരു യുക്തിയില്ലാത്ത സാധനം നമ്മൾ ചെയ്യുന്നത്. കാരണം എന്താണ്? എൻ്റെ പൈസ വേറെ ആൾക്ക് കൊടുക്കുകയാണ്. അതിൻ്റെ ലോജിക്ക് ഇത് മാത്രമാണ്. എന്താണത്? അള്ളാഹു എന്നതാണ് അതിൻ്റെ ലോജിക്ക്. ഈ ലോകത്തിലെ പൈസയല്ല, ഇതിന് കിട്ടുന്ന ഒരു പ്രതിഫലം, അതിൻ്റെ ഒരു 10 മടങ്ങ് പ്രതിഫലം പ്രസക്തമാകുമ്പോഴാണ് അതിന് ലോജിക്ക് ഉണ്ടാവുള്ളൂ. അപ്പം ഈ ലോകത്തിലെ എല്ലാം നശിക്കും എന്നത് വെച്ചുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ പാഠം നമുക്ക് തുടങ്ങുന്നത്. അത് നമുക്ക് മനസ്സിലാവുന്നുള്ളത് വളരെ പ്രധാനമാണ്. പിന്നെ നമുക്ക് ചുറ്റുമുള്ള എല്ലാം നശിക്കും എന്നൊരാൾക്ക് ഒരു കൺസെപ്റ്റ് ഉണ്ടെന്ന് വെക്കുക. ഇതില്ലാത്ത ഒരാൾ, ഈ രണ്ടാൾക്കാരും ജീവിതത്തിലെ എന്തിനേയും നോക്കിക്കാണുന്നത് വ്യത്യസ്തമായിരിക്കും. ഈ ഒരു ഫിലോസഫർ പറയുന്നുണ്ട്, വി ഡോണ്ട് സീ തിങ്സ് ആസ് ഇറ്റ് ഈസ്, വി സീ തിങ്സ് ആസ് വി ആർ എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ സാധനങ്ങളെ കാണുന്നത് ആ സാധനം എന്താണോ എങ്ങനെയല്ല, നമ്മൾ എന്താണോ അങ്ങനെയാണ് നമ്മൾ സാധനങ്ങളെ കാണുക. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നത് വെച്ചാൽ നിങ്ങളൊരു സംഭവം നടക്കാമെന്ന് വിചാരിക്കുക. ആ സംഭവത്തെ ഞാൻ കാണുന്നതും നിങ്ങൾ കാണുന്നതും രണ്ടായിരിക്കും. നമ്മുടെ ആദർശം എന്താണോ, നമ്മുടെ കാഴ്ചപ്പാട് എന്താണോ അതനുസരിച്ചിട്ടാണ് ഞാൻ കാണുക, നിങ്ങളെ കാഴ്ചപ്പാട് അനുസരിച്ചിട്ടാണ് കാണുക. എല്ലാം നിങ്ങളിപ്പോൾ ഇറാൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റിനെ കുറിച്ച് ചർച്ച ചെയ്ത് നോക്കുക. നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ടാവും, നമ്മളൊരു ആദർശം, നമ്മൾ ബിൽഡപ്പ് ചെയ്തൊരു സാധനം ഉണ്ടാവും. അത് വെച്ചിട്ടാണ് നമ്മൾ ആരാണോ അങ്ങനെയാണ് നമ്മളതിനെ കാണുക. ഇതിന് വ്യത്യസ്തമായി കാണുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ കാഴ്ച ഒന്നാണ്, രണ്ടായി കാണാൻ കാരണം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആദർശത്തിന്റെ ലോകമുണ്ട്, അതനുസരിച്ചിട്ടാണ് കാണുക. അതേപോലെ ഈ ലോകം നശിക്കും എന്നറിയുന്ന ഒരാള് ജോലി നഷ്ടമാവുമ്പോൾ അതിനെ കാണുന്നത്, മരണം വരുമ്പോൾ അതിനെ കാണുന്നത്, സമ്പത്ത് നഷ്ടമാകുമ്പോൾ അതിനെ കാണുന്നത്, എല്ലാ കാഴ്ചകളും വ്യത്യസ്തപ്പെടും. അത് ഈ ലോകം നശിക്കൂല. ഈ ലോകത്തിന് എങ്ങനെയെങ്കിലൊക്കെ പിടിച്ചു വെക്കാൻ കഴിയും. മരുന്നൊക്കെ കുടിച്ചിട്ട് വയസ്സാകാതെ നിൽക്കാൻ കഴിയും, എന്തൊക്കെയോ ചെയ്യാൻ കഴിയും. ഈ ലോകം അത് അയാൾ കാണുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ആംഗിളിൽ നിന്നുകൊണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ നിലപാടുകൾ മാറും. കുല്ലുമൻ അലൈഹ ഫാൻ, എല്ലാം നശിക്കും എന്നുള്ളതാണ്. നമ്മുടെ നിലപാടുകൾ മാറും, കാഴ്ച മാറും.
നമുക്ക് വിഭവം കൂടുമ്പം നമ്മൾ അധികം സന്തോഷിക്കൂല, കാരണം നമുക്ക് അറിയാം ഇത് നശിക്കും എന്നുള്ളത്. വിഭവം കുറയുമ്പോഴും അധികം സങ്കടപ്പെടൂല, കാരണം നമുക്ക് അറിയാം അള്ളാന്റെ ഒരു പ്ലാനാണ്, ഇതിനൊരു എന്തോ ഒരു യുക്തി വേറെ വരാനുണ്ട് എന്നുള്ളത്. ബന്ധങ്ങളെ സ്വാധീനിക്കും. ഏത് ബന്ധത്തിനാണ് മുൻഗണന കൊടുക്കേണ്ടത് എന്നതിനെ സ്വാധീനിക്കും. ബന്ധങ്ങൾ അറ്റുപോയാൽ അതിനെ സ്വാധീനിക്കും. അതേപോലെ തന്നെ ഞാൻ ആരാണ് എന്ന കാഴ്ചപ്പാട് പോലും എന്ത് ചെയ്യും, വല്ലാണ്ട് ഇത് സ്വാധീനിക്കും എന്ന് കാണാൻ പറ്റും. ഈ ആയത്ത് നമ്മുടെ ഒരു അസ്തിത്വത്തെക്കുറിച്ച് പിന്നെ ഒരു പാഠം, വലിയ പാഠം നൽകുന്നുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹ്ക്ക് മാത്രമേ, ഇത് വളരെ പ്രധാനമാണ്, അള്ളാഹ്ക്ക് മാത്രമേ ഒരു റിയൽ ഐഡന്റിറ്റി ഉള്ളൂ, റിയൽ അസ്തിത്വം ഉള്ളൂ. നമ്മളേത് റിലേറ്റീവ് അസ്തിത്വമാണ്. റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപേക്ഷികം എന്നാണ് ഇതിൻ്റെ അർത്ഥം. അള്ളാഹ് ഉള്ളത് കൊണ്ടാണ് നമ്മളുള്ളത് എന്നതാണ്. അള്ളാഹ് ഉള്ളത് കൊണ്ടാണ് ഒരു പൂവ് ഉള്ളത്. പൂവിന് പൂവിൻ്റെതായിട്ടുള്ള ഒരു അസ്തിത്വം ഇല്ല, എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു അസ്തിത്വം ഇല്ല. അള്ളാഹു ഉണ്ട് എന്നതിനോട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു അസ്തിത്വം മാത്രമേ നമുക്കുള്ളൂ എന്നതാണ് എന്ത് ചെയ്യുന്നത്, ഈ ആയത്ത് പറയുന്നത്. കുല്ലുമൻ അലൈഹ ഫാൻ വയബ്ക വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ഇതും വളരെ പ്രധാനമാണ്. സൃഷ്ടികൾക്ക് സ്വയം തന്നെ നിലനിൽക്കാൻ കഴിയില്ല, അള്ളാഹു ഉള്ളത് കൊണ്ടാണ്. ഇമാം ഗസാലി ഇതിനെ പിന്നെ ഇഹ്യാ ഉലൂമുദ്ദീനിലാണെന്ന് തോന്നുന്നു, അദ്ദേഹം ഇതിനെ വിശദീകരിക്കുന്നുണ്ട്. ലോകത്തിനെ രണ്ടായിട്ട് നമുക്ക് വിഭജിക്കാം. സ്വയം നിലനിൽക്കുന്ന ദൈവവും അവൻ്റെ അസ്തിത്വത്തിൻ്റെ പ്രതിഫലനമായി നിലനിൽക്കുന്ന സൃഷ്ടികളും. രണ്ടാണ്. അള്ളാഹു എന്ന ഒരു അസ്തിത്വവും ആ അസ്തിത്വത്തിന്റെ മാനിഫെസ്റ്റേഷൻ എന്ന് വെച്ചാൽ ആ അസ്തിത്വം ഉള്ളത് കൊണ്ട് നിലനിൽക്കുന്ന കുറെ കാര്യങ്ങളും. എന്നിട്ട് അദ്ദേഹം മിഷ്കാത്തുൽ അൻവർ എന്ന് പറഞ്ഞിട്ട് ഇമാം ഗസാലിന്റെ ഒരു പഠനമുണ്ട്. നമുക്കറിയാം സൂറ നൂറിലെ നൂറുൻ അലാ നൂർ എന്നതിനെ വിശദീകരിക്കുന്ന പഠനമാണ്. അതിൽ അദ്ദേഹം വെളിച്ചത്തെ വെച്ചുകൊണ്ട് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാവും. വെളിച്ചത്തിന് ഒരു സ്രോതസ്സേ ഉള്ളൂ, അതാ എന്താണ്? സൂര്യനാണ്. സൂര്യനാണ് വെളിച്ചം ഉണ്ടാക്കുന്ന സ്രോതസ്. പക്ഷേ നമ്മൾ ലോകത്ത് നോക്കിക്കഴിഞ്ഞാൽ പലതിലും വെളിച്ചം കാണാൻ കഴിയും. നക്ഷത്രത്തിൽ വെളിച്ചം കാണാൻ കഴിയും, ചന്ദ്രനിൽ വെളിച്ചം കാണാൻ കഴിയും, നമ്മളിൽ എന്ത് ചെയ്യാൻ പറ്റും, വെളിച്ചം കാണാൻ കഴിയും. ഈ വെളിച്ചമൊക്കെ എന്താണ്? സൂര്യന്റെ വെളിച്ചത്തിന്റെ റിഫ്ലക്ഷൻ ആണ്. ആ സൂര്യന്റെ വെളിച്ചം അങ്ങനെ ഉള്ളത് കൊണ്ടാണ് മറ്റ് വെളിച്ചങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതിനെ വെച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് എന്ത്, അള്ളാഹു ആണെന്ത്, ആകെക്കൂടൊരു അസ്തിത്വം അള്ളാഹു ആണ്, ബാക്കിയൊക്കെ ആ അസ്തിത്വത്തിന്റെ റിഫ്ലക്ഷൻ ആണ് എന്ന് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിനെ പിന്നെ വിശദീകരിക്കുന്ന നമുക്ക് പിന്നെ സൂറ നൂറ് നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹു നൂറ് സമാവാത്തി വല്ലാറുള്ളതാണ്. അള്ളാഹു ആണെന്ത്, ഈ സമാവാത്തിന്റെയും അർളിന്റെയും ഒരേ ഒരു പ്രകാശം, വെളിച്ചം എന്ന് പറയുന്നത് നൂറാണ്. പിന്നെ ആ ആയത്തിൽ എന്താ വിശദീകരിക്കുന്നത്, ഒരു സ്ഫടികക്കൂടാണ്. അതിനെ ഇമാം ഗസാലി, അബ്ദുൽ ഖാദർ ജീലാനി എന്ന പണ്ഡിതന്മാരൊക്കെ വിശദീകരിക്കുന്നത് നമ്മുടെ ഹൃദയമാണ്. നൂറുൻ അലാ നൂർ എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ മുകളിൽ അള്ളാന്റെ വെളിച്ചം, നമ്മുടെ ഹൃദയമാകുന്ന വെളിച്ചത്തിന്റെ മുകളിൽ അള്ളാന്റെ വെളിച്ചം വരുമ്പം അതിലുണ്ടാകുന്ന റിഫ്ലക്ഷനെ കുറിച്ചാണ് എന്നാണ് അവർ പറയുന്നത്. അപ്പം ഇത് ഒക്കെ പറഞ്ഞു തരുന്നത്, ഇത് ഈ കൺസെപ്റ്റ് ക്ലിയർ ആകൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ക്ലിയർ ആയാൽ നമുക്ക് വളരെ സമാധാനം, ജീവിതത്തിൽ വളരെ സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ളൊരു ലൈഫ് നമുക്ക് കിട്ടും. അള്ളാന്റെ മാത്രമേ ഒരു അസ്തിത്വമുള്ളൂ, നമ്മളതൊക്കെ എന്താണ്, റിലേറ്റീവ് അസ്തിത്വം മാത്രമാണ് എന്നുള്ളത്. സൂറ ഹദീദിൽ നമ്മളിത് പഠിച്ചതാണ്. 3-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്. ഈ ആയത്തിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇതെങ്ങനെ നമ്മൾ പിന്നെ വിഷ്വലൈസ് ചെയ്യുക, ഇതെങ്ങനെ നമ്മളെ മനസ്സിലേക്ക് ഉള്ള നോക്ക്. ഹുവൽ അവ്വൽ, അള്ളാഹു ആരാണ്? അവ്വലാണ്. ഒന്നുമില്ലാതിരുന്നപ്പം ആരുണ്ട്? അള്ളാഹു ഉണ്ട്. ഹുവൽ അവ്വൽ വൽ ആഹിർ, അവനാണ് അന്ത്യം. എന്ന് വെച്ചാൽ എല്ലാം ഇല്ലാതായാലും എന്തുണ്ട്, അവന് ഉണ്ട്. വൽ പ്രത്യക്ഷം, വിസിബിൾ, അവന്റെ അത്ര വിസിബിൾ ആയിട്ടുള്ള ഒന്നും ഈ ലോകത്തില്ല. നമുക്ക് തോന്നുകയാണ് അള്ളാനെ കാണുന്നില്ല എന്ന്. അള്ള മാത്രമേ ഉള്ളൂ പ്രപഞ്ചത്തിൽ, ബാക്കിയൊക്കെ വെറും കെട്ടുകാഴ്ചകളാണ്. വൽ ബാത്തിൻ എന്ന് പറഞ്ഞാൽ പരോക്ഷമായിട്ടുള്ള, പിന്നെ വിസിബിൾ അല്ലാതെ, എന്ന് വെച്ചാൽ കുറേ എത്ര അന്വേഷിച്ചാലും ഈ ലോകത്ത് നിന്നുകൊണ്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് അള്ളാനെ എന്ത് ചെയ്യാൻ പറ്റില്ല, മൊത്തത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുകയില്ല എന്ന് പറയുന്നതായിട്ട് കാണാൻ കഴിയും എന്ന് കാണാൻ പറ്റും. അപ്പൊ ഇതാണ് ഈ ആയത്തിന്റെ ഇത്. ഇനി നമ്മൾ ആയത്തിലേക്ക് തിരിച്ചു വന്നാൽ ഈ ആയത്ത് പറയുന്നത് വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. യബ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവശേഷിക്കുക എന്നാണ്, റിമെയിൻ ചെയ്യുക എന്നുള്ളതാണ്. റിമെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, പുതിയതായിട്ടൊരു സാധനം ഇവിടെ വരികയല്ല. ഇവിടെ കുറേ സാധനം ഉണ്ടായിരുന്നു. അള്ളാഹു ഉണ്ട്, നമ്മളുമുണ്ട്. അള്ളാഹുവും ഉണ്ട്, സൃഷ്ടികളുണ്ട്, എല്ലാം ഇവിടെ തന്നെ ഉള്ളത്. എന്നിട്ട് ഇവിടെ ഉള്ളതിൽ നമ്മൾ നശിച്ചു പോകുന്നു, അള്ള റിമെയിൻ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അള്ള വേറെ എവിടെയല്ല റിമെയിൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ്, അള്ളാഹു ഇപ്പം നമ്മൾ ഇവിടെ ഉള്ളതിനേക്കാൾ പ്രത്യക്ഷമായിട്ട് അള്ള എന്തുണ്ട്, ഇവിടെ ഉണ്ട്. അവസാനം എല്ലാം നശിച്ചു പോയിട്ട് റിമെയിൻ ചെയ്യുന്നത് ആരാണ്?
അള്ളാഹു ആണ് എന്നുള്ളത്. ഇത് ഖുർആന്റെ വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ആണ് എന്നുള്ളതാണ്. നമ്മുടെ പ്രശ്നം, നമ്മുടെ ഒരു മനുഷ്യന്റെ ഒരു മിഥ്യ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇസ്ലാം ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ, ഖുർആൻ ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ കാഴ്ചന്റെ ഒക്കെ പ്രശ്നം മനസ്സിലാകുന്നത്. നമ്മൾ അവനല്ലാത്തതിനെ മാത്രം നോക്കുന്നത് കൊണ്ടാണ് അവനെ കാണാൻ കഴിയാത്തത്. അവനല്ലാത്തതൊക്കെ നമുക്ക് കാണുന്നുണ്ട്, അള്ളാഹിനെ മാത്രം നമുക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പൊ നമ്മൾ ശരിക്കും ചെയ്യുന്നത് എന്താണ്? ശരിക്കും അസ്തിത്വമില്ലാത്ത കാര്യങ്ങളെയൊക്കെ ഭയങ്കര പ്രധാനമായിട്ട് വെച്ചിട്ട് ഒരേ ഒരു അസ്തിത്വമുള്ളവനെ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു? മറന്നു പോകുന്നു എന്ന് പറയുന്നതായിട്ട് കാണാൻ പറ്റും. ഇത് പറയുന്ന കുറേ ആയത്തുകൾ ഖുർആനിൽ കാണാൻ പറ്റും. അതിലൊന്ന് സൂറ ബക്കറയിൽ ഈ ആയത്തിനെ കുറിച്ച് ആലോചിച്ചു. എന്ന് വെച്ചാൽ നമ്മുടെ അടിസ്ഥാനമായ ഖുർആൻ പഠിപ്പിക്കുന്ന പാഠമാണ്. എന്ന് പറഞ്ഞാൽ എന്താ? വജ്ഹാണ് അവിടെ ഉപയോഗിച്ചത്. എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ എവിടെ തിരിഞ്ഞാലും അവിടെ നിങ്ങൾക്ക് അള്ളാന്റെ മുഖം കാണാൻ കഴിയും. ഇത് നമ്മുടെ ഉള്ളിൽ ഇറങ്ങിയിട്ടുണ്ടോ നിങ്ങൾ ആലോചിക്കും. നിങ്ങൾ എവിടെ തിരിഞ്ഞാലും, എങ്ങനെ തിരിഞ്ഞാലും, നിങ്ങൾ ഒറ്റക്കായിരുന്നാലും കൂരിരുട്ടിലായാലും ഒരു യുദ്ധരംഗത്ത് എല്ലാവരും നമ്മളെ തകർത്ത് ഇല്ലാതാക്കിയിട്ട് നമ്മൾ ഒന്നുമല്ലാതാകുമ്പോഴും എവിടേക്ക് തിരിഞ്ഞാലും ജസ്റ്റ് തിരിഞ്ഞാൽ മതി, അവിടെ എന്തുണ്ട്? അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ട്. അള്ളാഹു എല്ലായിടത്തും ഉണ്ട്. രണ്ടാമത് സൂറ ഹദീദിൽ ഈ ആയത്ത് പറയുന്നത്, ഇതേ ആശയം പറയുന്നത്, വഹുവ മഅക്കും ഐനമാ കുൻതും, വഹുവ മഅക്കും ഐനമാ കുൻതും, നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ഈ സാധനങ്ങൾ ക്ലിയർ ആകാതെ അള്ള പറഞ്ഞ പ്രാർത്ഥനയെ കുറിച്ച് നമുക്ക് മനസ്സിലാവില്ല. അള്ളാഹിനോട് പ്രതീക്ഷിക്കണം എന്ന് പറയുന്നത് മനസ്സിലാവില്ല. നമ്മൾ എവിടെയായിരുന്നാലും അള്ളാഹു നമ്മുടെ അടുത്തുണ്ട്, ആരടുത്തേക്കും പോകേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നതായിട്ട് കാണാൻ പറ്റും. ജലാലുദ്ദീൻ റൂമി ഈ ആശയത്തിന് വളരെ സുന്ദരമായിട്ടുള്ള ഏകാന്തതയെക്കുറിച്ചുള്ള സാധനം വെച്ചിട്ട് പറയുന്നുണ്ട്. നീ ഒറ്റപ്പെട്ടു പോകുന്ന നിമിഷത്തിലൊക്കെ ഓർക്കുക. എന്ന് വെച്ചാൽ നമ്മൾ ഒറ്റപ്പെട്ട്, എല്ലാവരും നമ്മളെ വിട്ടുപോയി, നമ്മൾ ആകെ ഒറ്റപ്പെട്ടു പോകുന്ന നിമിഷത്തിലൊക്കെ ഓർക്കുക, നിന്റെ നാഥൻ നീയും അവനും മാത്രമാകാൻ മറ്റുള്ളവരെയൊക്കെ പറഞ്ഞു വിട്ടിരിക്കുകയാണ് എന്നാണ്. ആലോചിച്ച് നോക്കി, എത്ര സ്ട്രോങ് കൺസെപ്റ്റാണ്. ഒറ്റപ്പെടലിനെ നമ്മൾ ശരിക്കും നമ്മൾ മാത്രമാകുന്നു എന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്ക് സങ്കടം വരിക, നമുക്ക് പ്രതീക്ഷ വരിക, സ്നേഹമില്ലാത്ത വരിക. റൂമി പറയുന്നത്, നീ ഒറ്റപ്പെട്ടു പോകുന്ന ഓരോ നിമിഷത്തിലും ഓർക്കുക, അള്ളാഹ്ക്ക് നിന്റെ കൂടെ ഒറ്റയ്ക്കിരിക്കാൻ വേണ്ടി മറ്റുള്ളവരെയൊക്കെ എന്ത് ചെയ്യാണ്? പറഞ്ഞു വിട്ടിരിക്കുകയാണ് എന്നുള്ളത്. അപ്പൊ അള്ളാഹു നമ്മുടെ എല്ലായിടത്തും ഉണ്ട്. വജ്ഹ്, അള്ളാഹിന്റെ വജ്ഹ് എല്ലാം നശിക്കുമ്പോൾ അവനുണ്ട് എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഇപ്പോഴും അവൻ എല്ലായിടത്തും ഉണ്ട് എന്നുള്ളത് ഖുർആന്റെ വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. അതേപോലെ തന്നെ ഒരു സൂഫി, ഇതിലൊരു സൂഫി പണ്ഡിതനോട് അദ്ദേഹത്തിന്റെ ശിഷ്യൻ ചോദിക്കുന്നുണ്ട് ഈ ഒരു കൺസെപ്റ്റിനൊക്കെ വെച്ചുകൊണ്ട്, ഒരു കാലം ഉണ്ടായിട്ടില്ലയോ അള്ളാഹു മാത്രമായിട്ട് നമ്മളൊന്നുമല്ലാത്തൊരു കാലം മുന്നേ ഉണ്ടായിട്ടില്ലയോ എന്ന് ഗുരുവിനോട് ചോദിക്കുകയാണ്, പണ്ഡിതനോട് ചോദിക്കുകയാണ് ശിഷ്യൻ. അപ്പം ഉത്തരം ഇതാണ്, ഇപ്പോഴും അങ്ങനെ തന്നെ ആണ് എന്നുള്ളതാണ്. അതായത് കുറേ മുന്നേ അള്ളാഹു മാത്രമായിട്ട് നമ്മളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടില്ലേ എന്ന് വളരെ സ്വാഭാവികമായിട്ട് ചോദിക്കുമ്പം ഉത്തരം എന്താണ്? ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ്. ഇനി എല്ലാം നശിക്കും എന്നുള്ളത് ആണ് ഈ ആയത്തിന്റെ ഒരു പാഠം. എല്ലാം നശിക്കും എന്നുള്ളത് ഖുർആൻ ധാരാളം ആയത്തുകൾ എടുത്തിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നമുക്കത് ക്ലിയർ ആകാത്തതുകൊണ്ടാണ്. ഖിയാമത്ത് നാളിന്റെ ഓരോ ആയത്തുകളും പഠിപ്പിക്കുന്നത് എല്ലാം നശിക്കും എന്നുള്ളതാണ്. ഈ സൂറത്തിൽ തന്നെ സൂര്യനും ചന്ദ്രനും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വളരെ കൃത്യമായി തിരിയുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതേ ഖുർആൻ തന്നെ പറയുന്നുണ്ട് എന്ത്? സൂര്യനാകെ പൊട്ടിപ്പിളരും, ചന്ദ്രനകാകെ തകടം മറിയും എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ കടലിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. കടൽ വളരെ വ്യവസ്ഥാപിതമായി ഒഴുകുന്നത് കൊണ്ടാണ് കപ്പൽ ഒഴുകാൻ പറ്റുന്നത്. ഇതേ ഖുർആൻ തന്നെ പറയുന്നുണ്ട് എന്ത്? കടൽ എന്ത് ചെയ്യും? കര കവിഞ്ഞൊഴുകും എന്ന് പറയുന്നുണ്ട്. അപ്പൊ എല്ലാം നശിക്കും എന്നുള്ളത് ഖുർആൻ നിരന്തരം പറയുന്നുണ്ട്. ഒരൊറ്റ ഉദാഹരണം മാത്രം പറയാം. സൂറ ഹദീദില് ഈ ഒരു കൺസെപ്റ്റിനെ വളരെ സുന്ദരമായിട്ട് അള്ളാഹു പറയുന്നുണ്ട്. അഅ്ലമു അന്നമൽ ഹയാത്തുദ് ദുനിയ ലഇബും വലഹുവും വസീനത്തും വതഫാഖുറും. ഈ ദുനിയാവ് എന്ന് പറയുന്നത് എന്താണ്? കുറെ കെട്ടുകാഴ്ചകൾ മാത്രമാണ് എന്ന് പറഞ്ഞതിന് ശേഷം ഇതിനെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു പറയുന്നത് കമസലി ഗൈസ്, എന്തുപോലെയാണ്? ഒരു മഴ പോലെയാണ്. അഅ്ജബൽ കുഫാറ നബാതുഹു, കാണുന്ന ആള് വിചാരിക്കുക എന്താണ്? ഇതൊക്കെ കുറേ കാലം നിലനിൽക്കും, ഭയങ്കരമായിട്ട് സുന്ദരമായിട്ട് ഇതിന്റെ വിളകളൊക്കെ വരുമ്പോൾ നമ്മളും എങ്ങനെയാണ്? ലോകം ഇങ്ങനെ നിൽക്കും എന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്താ സംഭവിക്കുക? സുമ്മ യഹീജു ഫതറാഹു മുസ്ഫറ, അതെന്ത് ചെയ്യും? കുറച്ച് കഴിഞ്ഞാൽ ഉണങ്ങിപ്പോവും.
ഇതിനെ വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഖുർആൻ ഈ ലോകത്തിലെ എല്ലാം നശിച്ചു പോകും എന്ന് പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ക്ലിയർ ആണല്ലോ അല്ലേ? ഖുർആനിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കൺസെപ്റ്റ് അള്ളാഹു വിശദീകരിക്കാൻ വേണ്ടി കുറേ പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മളെ ഖുർആൻ വായനയുടെ ഇടയിൽ ശ്രദ്ധിക്കേണ്ട കുറേ പദങ്ങളുണ്ട്. ഒന്ന്, ഈ ലോകത്തിലെ വിഭവങ്ങളെ ഖുർആൻ ഉപയോഗിക്കുന്ന ഒരു പദം മത്താഴ് എന്നാണ്. മത്താഴ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യാത്രയിൽ ആ യാത്രക്ക് വേണ്ടി മാത്രമായിട്ടുള്ള വിഭവങ്ങൾ എന്നൊരർത്ഥമാണ് മത്താഴ്. ടെമ്പററി ആയിട്ട് വളരെ കുറച്ച് കാലത്തേക്കുള്ള വിഭവം എന്ന അർത്ഥവും മത്താഴ് ഉണ്ട്. ഈ ലോകത്തിലെ വിഭവങ്ങളെ കുറിച്ചൊക്കെ അള്ളാഹു ഖുർആനിൽ പറയുന്ന ഒരു കാര്യം മത്താഴാണ്. രണ്ട്, മത്താവുൽ ഉറൂർ എന്ന് ഖുർആൻ ഉപയോഗിക്കുന്നുണ്ട്. ഉറൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉറൂർ എന്ന് പറഞ്ഞാൽ വഞ്ചിക്കുന്ന മത്താഴാണ് ഈ ലോകത്ത്. വഞ്ചിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? വഞ്ചന എന്ന് പറഞ്ഞാൽ എന്താ? വഞ്ചന എന്ന് പറഞ്ഞാൽ റിയാലിറ്റി കാണിക്കാതെ വേറൊരു കൺസെപ്റ്റ് നമുക്ക് മുന്നിൽ കാണിച്ചിട്ട് നമ്മളെ പറ്റിക്കുന്നതിനാണ് വഞ്ചന എന്ന് പറയുക. വഞ്ചനയാണ് മൊത്തം ലോകത്തിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണുമ്പം എന്തോ വലിയ സംഭവമായിട്ടൊക്കെ തോന്നും, പക്ഷേ അതിൻ്റെ ബാക്കിൽ എന്താണ്? അപ്പോൾ മത്താവുൽ ഉറൂറാണെന്ത് ലോകത്തിലെ എല്ലാം. രണ്ടാമത് അള്ളാഹു ഇതിനെ പഠിപ്പിക്കുന്ന ഒരു കൺസെപ്റ്റ്, അള്ളാഹുവിൻ്റെ ഒരു സവിശേഷതയാണ് അൽ വാരിസ് എന്നുള്ളത്. അൽ വാരിസ് എന്ന് പറഞ്ഞാൽ അനന്തരാവകാശം എടുക്കുന്നവൻ എന്നാണ്. അനന്തരാവകാശം എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാള് പിന്നെ ഒന്നിന്റെ ഉടമസ്ഥത കൈമാറ്റം ചെയ്യുന്നതിനെയാണ് അനന്തരാവകാശം എടുക്കുക എന്ന് പറയുന്നത്. അപ്പം യഥാർത്ഥത്തിൽ ഈ കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി അള്ളാഹ് പറയാണ് എല്ലാത്തിൻ്റെ ഉടമസ്ഥത അള്ളാഹ്ക്കാണ്. പക്ഷെ താൽക്കാലികമായ ഉടമസ്ഥത മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. അള്ളാഹ് എന്ത് ചെയ്യും? ഈ ഖിയാമത്ത് നാളിന് ശേഷം ഇതൊക്കെ എന്ത് ചെയ്യും? അള്ളാഹു എടുക്കും എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അൽ വാരിസ് എന്ന കൺസെപ്റ്റ് ഖുർആൻ പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ പറ്റും. സൂറ മറിയമിൽ അള്ളാഹു ഇത് പറയുന്നുണ്ട്. അൻസിറുഹും യൗമൽ ഹസ്റ എന്നാണ്. നഷ്ടബോധത്തിന്റെ ദിവസത്തെ കുറിച്ച് എന്ത് ചെയ്യുക? അവരെ നീ ഓർപ്പിക്കുക. ഇത് കുലിയൽ അമ്ര, അള്ളാന്റെ കൽപ്പന വന്നു കഴിഞ്ഞാൽ വഹും ഫി ഗഫ്ലത്തിൻ വഹും ലാ യുമിനൂൻ, അവരെന്തായിരുന്നു? അശ്രദ്ധയിലായിരുന്നു. നമ്മൾ വിചാരിച്ചത് ഇതൊക്കെ നമ്മളതായിരുന്നു എന്നുള്ളതാണ്. എന്നിട്ട് പറയാണ് ഇന്നാ നഹ്നു നരിസുൽ അർള വമൻ അലൈഹ, ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഈ ഭൂമിയിലുള്ള എല്ലാം നിങ്ങളെ നശിച്ചതിന് ശേഷം തിരിച്ചെന്ത് ചെയ്യും? ഞാൻ എടുക്കും, ഞാൻ അനന്തരാവകാശം എടുക്കും എന്നുള്ള പറയുന്നത് ഈ കൺസെപ്റ്റ് പഠിപ്പിക്കാനാണ്. മൂന്നാമത് അള്ളാഹു ഈ കൺസെപ്റ്റ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രണ്ട് പദങ്ങളാണ് ഹക്കും ബാത്തിലും. ഹക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? യാഥാർത്ഥ്യമാണ്, എന്തെങ്കിലും ഒരു റിയാലിറ്റി ഉള്ള സാധനമാണ്. ബാത്തിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റിയാലിറ്റിയും ഇല്ലാത്ത സാധനങ്ങളാണ്. ഈ ലോകത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ ഓപ്പോസിറ്റ് വെച്ചുകൊണ്ട് ഖുർആൻ നിരന്തരം പറയുന്നത് ഇതൊക്കെ എന്താണ്? ബാത്തിലാണ് എന്നുള്ളതാണ്. ഒരൊറ്റ ആയത്ത് മാത്രം പറയാം. സൂറ ഇസ്രായില് 81-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് വക്കുൽ ജാ അൽ ഹക്കു വസഹക്കൽ ബാത്തിൽ, സത്യം വന്നിരിക്കുന്നു, അസത്യം മാഞ്ഞു വരുന്നു. ഖുർആൻ വരുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഇന്നൽ ബാത്തില കാന സഹൂക്ക, ഇതാണ് പ്രയോഗം. ഇന്നൽ ബാത്തില കാന സഹൂക്ക. ബാത്തിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസിക് ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നശിച്ചു പോകാൻ ഉള്ളതാണ് എന്ന് പറയുന്നതൊക്കെ എന്താണ്? ഈ ലോകം നശിച്ചു പോകും എന്നുള്ളത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹ് പഠിപ്പിക്കുന്ന കാര്യമാണ്. ഇനി നമ്മുടെ ഒരു ഇമാജിനേഷന് വേണ്ടി, വിഷ്വലൈസേഷന് വേണ്ടി നമ്മൾ ആലോചിച്ചു നോക്കുക. അള്ളാഹു മാത്രമാകുന്ന ആ നിമിഷത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ലാതെ നമ്മൾ ഈ കാണുന്ന റൂം, ബിൽഡിങ്, മരം, മതിലുകൾ ഒന്നുമില്ലാതെ നമ്മളും അള്ളാഹുവും മാത്രമാകുന്ന ആ നിമിഷത്തെക്കുറിച്ച് ആലോചിക്കുക. നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയുന്നതിൻ്റെ അപ്പുറമുള്ള ഒരു രംഗമായിരിക്കും ആ രംഗം. ഖുർആൻ അത് 2-3 സ്ഥലത്ത് വിശദീകരിക്കുന്നുണ്ട്. കുല്ലുമൻ അലൈഹ ഫാൻ, എല്ലാം നശിച്ചിട്ട് നമ്മളെ അള്ളാഹു നിലനിർത്തും, നമ്മുടെ ആത്മാവിനെ അള്ളാഹു നിലനിർത്തും. ആ നമ്മളും അള്ളാഹുവും മാത്രമാകുന്ന ആ നിമിഷത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക. ഖുർആൻ ഇതിനെ ചിത്രീകരിച്ചിട്ട് എത്രത്തോളം നമ്മുടെ മനസ്സിലിടാൻ കഴിയുമോ അത്രത്തോളം ഇട്ടുകൊണ്ട് ഒരായത്തിൽ പറയുന്നുണ്ട്. സൂറ താഹയിൽ 105 മുതൽ 108 മുതൽ ആയത്തുകളിൽ അള്ളാഹു പറയുന്നുണ്ട്. വയസ്അലൂനക അനിൽ ജിബാൽ, അവർ നിന്നോട് ചോദിക്കുന്നു ഈ പർവ്വതങ്ങളുടെ കാര്യം എന്തായിരിക്കും എന്ന് വെച്ചാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയാണെന്ത്, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു നാൾ വരും എന്ന് പറയുമ്പം ഈ പർവ്വതങ്ങളുടെ കാര്യമൊക്കെ എന്തായിരിക്കും എന്ന് ചോദിക്കുമ്പം ഫഖുൽ യൻസിഫുഹ റബ്ബി നസ്ഫ, അതിനെ എന്ത് ചെയ്യും? എൻ്റെ നാഥൻ പൊടിയാക്കി കളയും. ഫയദറുഹ കാൻ സഫ്സഫ, അങ്ങനെ അവൻ അതിനെ നിരന്ന മൈതാനാക്കും. അപ്പോൾ ആ രംഗം പറയാണ്, ഈ പർവ്വതങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ ഇരിക്കരുത് കേട്ടോ. എവിടെ എത്ര നമ്മൾ ഖിയാമത്ത് നാളിലാണ് നമ്മൾ ഉള്ളത്. ഈ എന്ത് ചെയ്തു? പർവ്വതങ്ങളൊക്കെ പൊടിയാക്കി. എന്നിട്ട് എന്താ സംഭവിച്ചത്? അതിനെ അള്ളാഹു ഒരു നിരന്ന മൈതാനം ആക്കും. അപ്പം നിരന്ന മൈതാനാണ് നമ്മളിപ്പോൾ കാണുന്നത്.
ലാ തറാ ഫീഹാ ഇവജം വല അംത. ആ നിരന്ന മൈതാനത്തിൽ ഒരു കയറ്റിറക്കങ്ങളും നമ്മൾ കാണൂല. അപ്പോൾ വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു മൈതാനമായിരിക്കും. യൗമഇദിൻ യത്തബിഊന ദാഇയ ലാ ഇവജ ലഹു. അന്ന് ഒരു വിളിയാളനെ ഒട്ടും സംശയമില്ലാതെ നമ്മൾ എന്ത് ചെയ്യും? പിന്തുടരും. അപ്പൊ നമ്മളെ വിളിക്കും, എന്ത് ചെയ്യും? നമ്മളെ തിരിച്ച് നമ്മളെ കബറിടത്തിൽ നിന്ന് നമ്മളെ വിളിക്കും. നമ്മൾ എന്ത് ചെയ്യും? ഒരു പ്രശ്നവും ഇല്ലാതെ അയാളെ പിന്തുടരും. വഹശഅത്തിൽ അസ്വാതു ലിർറഹ്മാൻ. എല്ലാ ശബ്ദവും പരമകാരുണികനായ അള്ളാഹുവിന് മുന്നിൽ കീഴൊതുങ്ങും. ഒരു സൗണ്ടും ഉണ്ടാവില്ല, കംപ്ലീറ്റ് നിശബ്ദതയായിരിക്കും. ഫലാ തസ്മൗ ഇല്ല ഹംസ. ഒരു നേർത്ത ശബ്ദമല്ലാതെ നീ ഒന്നും കേൾക്കുകയില്ല. അപ്പോൾ അള്ളാഹു നമ്മളും തമ്മിൽ നേർക്ക് നേരെ ഫേസ് ചെയ്യുന്ന ആ നിമിഷം എന്ന് പറയുന്നത് കംപ്ലീറ്റ് നിശബ്ദതയിൽ ഒരു നേർത്ത ശബ്ദം മാത്രം കേൾക്കുന്ന ആ നിമിഷത്തെക്കുറിച്ചാണ് അള്ളാഹുവിടെ പറയുന്നത് എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഈ രംഗം കുല്ലുമൻ അലൈഹ ഫാൻ എന്നുള്ള ഈ രംഗം ഇത്, എന്നിട്ട് ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അവിടുന്ന് ഓടാൻ ശ്രമിക്കും. യഖൂലുൽ ഇൻസാനു യൗമ ഇതിൻ ഐനൽ മഫർ. മനുഷ്യൻ ചോദിക്കും, ഞാൻ എങ്ങോട്ടാണ് ഓടേണ്ടത്? എങ്ങോട്ടാണ് ഓടേണ്ടത്? ഏതെങ്കിലും ദിശയുണ്ടോ? പക്ഷെ ആകെ കൂടെ ബാക്കിയുള്ള ഏത് ദിശ മാത്രമാണ്? വയബുക്ക വജുഹു റബ്ബിക ദുൽ. കാരണം ഒരൊറ്റ ദിശ മാത്രമേ ഉള്ളൂ. കല്ലാ ലാ വസർ. ഒരു രക്ഷയുമില്ല. ഇലാ റബ്ബിക യൗമ ഇതിനിൽ മുസ്തഖർ. ഒരൊറ്റ റബ്ബിലേക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് തിരിച്ചു പോകാൻ കഴിയുകയുള്ളൂ എന്ന് കാണാൻ കഴിയും. അപ്പം ഈ ഒരു പലപ്പോഴും അള്ളാഹുവും സത്യമല്ല ഖുർആൻ ഇങ്ങനത്തെ അഭൗതിക സത്യങ്ങൾ ഈ ലോകത്തിൽ എന്ത് ചെയ്യാൻ കഴിയില്ല, ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇത് കുറേ സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹിനെ കാണാൻ വേണ്ടി പറയുന്നുണ്ട്. അള്ളാഹുവെ എനിക്ക് നിന്നെ ഒന്ന് കാണണം എന്ന് പറയുന്നുണ്ട്. എനിക്ക് നിന്നെ ഒന്ന് കാണണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് നിന്നെ ഒന്ന് കാണണം എന്ന് പറയുമ്പോൾ തജല്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു പ്രത്യക്ഷമാകുന്ന ആ നിമിഷത്തിൽ മൂസാ നബി അലൈഹി ഇസ്ലാം എന്താകുന്നത്? ബോധം കെട്ട് വീഴുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഹീന്റെ രംഗം, ഇതൊക്കെ എന്താണ്? ഈ മൊത്തം അള്ളാഹു പ്രത്യക്ഷമാകുന്ന സത്യം, യാഥാർത്ഥ്യങ്ങൾ പ്രത്യക്ഷമാകുന്നത് ഈ ലോകത്തിന് എന്ത് ചെയ്യാൻ കഴിയില്ല? ത്യാഗാൻ കഴിയില്ല. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല. അതേസമയം നമ്മൾ പരലോകത്തെത്തുമ്പം ഇത് അനുഭവിക്കാൻ മാത്രം നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് എന്ത് ചെയ്യും? അള്ളാഹു ആ കഴിവ് കൊടുക്കും എന്ന് കാണാൻ പറ്റും. അവസാനത്തെ വിഷയം, അള്ളാഹ് എന്തിനാണ് നമ്മളോട് ഇത് പറയുന്നത് എന്ന് വെച്ചാൽ ഈ ലോകത്തിലെ എല്ലാം നശിച്ചു പോകും, അള്ളാന്റെ അസ്തിത്വം മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്ന് നമ്മളോട് എന്തിനാണ് ഇപ്പൊ പറയുന്നത് എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷയം. അതിന് ഇത് ജീവിക്കുമ്പോൾ ഓർക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു നമ്മളോട് പറയുന്നത് എന്നാണ് പ്രധാന പോയിന്റ്. എന്ന് വെച്ചാൽ മരിക്കുമ്പോൾ ഓർക്കാനല്ല, ജീവിക്കുമ്പോൾ ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. 3 കാരണങ്ങൾ, 3 റീസൺസ്. ഒന്നാമത്തേത്, നമ്മുടെ ചിന്ത കൃത്യമാകാൻ വേണ്ടിയിട്ടാണ് അള്ളാഹ് ഇത് നമ്മളോട് പഠിപ്പിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിന്ത തുടങ്ങേണ്ടത് തന്നെ, നമ്മുടെ എല്ലാ നിലപാടുകളും കൺസെപ്റ്റുകളും തുടങ്ങേണ്ടത് തന്നെ റബ്ബ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊക്കെ പിന്നെ വന്നതാണ്, ഇതൊക്കെ നശിക്കും, അള്ളാഹ് മാത്രമേ നിലനിൽക്കുള്ളൂ. ഇതിനെ വെച്ചുകൊണ്ടാണ് നമ്മുടെ എല്ലാ സിവിലൈസേഷനും കൾച്ചറും ബന്ധങ്ങളും വിദ്യാഭ്യാസവും സിലബസുകളും എല്ലാം ഉണ്ടാക്കേണ്ടത് ഈ ഒരു ചിന്തയിൽ നിന്നുകൊണ്ടാണ്. ഈ ചിന്ത കൃത്യമാകാൻ വേണ്ടിയിട്ടാണ് അള്ളാഹ് ആദ്യം തന്നെ പറയുന്നത് എന്ത്? അള്ളാഹ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഇതൊക്കെ നശിച്ചു പോകും എന്നാണ് ഒന്നാമത്തത്. രണ്ടാമത് അള്ളാഹ് ഇത് പഠിപ്പിക്കുന്നത്, ഖുർആൻ പറയുന്നത് അള്ളാഹുവുമായി ബന്ധപ്പെടുത്തുമ്പോഴാണ് നമുക്ക് അസ്തിത്വം ഉണ്ടാകുക. എന്ന് വെച്ചാൽ നമുക്ക് ഈ ജീവിതത്തിൽ എന്തെങ്കിലും രീതിയിൽ ഒരു റിയാലിറ്റിയും അസ്തിത്വമാണെങ്കിൽ അള്ളാഹുമായിട്ട് ബന്ധപ്പെടുത്തണം. അള്ളാഹുമായിട്ട് ബന്ധപ്പെടാത്ത ഒരു നിമിഷത്തിനും എന്തില്ല, ഒരു അസ്തിത്വവും ഇല്ല എന്നുള്ളതാണ് ഇത് തരുന്ന രണ്ടാമത്തെ പാഠം. ഇത് ഈ അണ്ടർസ്റ്റാൻഡിങ് ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്കുണ്ട്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വായിക്കേണ്ട കുറച്ച് കടുപ്പമുള്ള ഒരു ബുക്കാണ്. ഫ്രിഡ്ജ് ഓഫ് ഷോൺ എന്ന് പറഞ്ഞിട്ടൊരു സ്വിസ് ചിന്തകൻ എഴുതിയതാണ്. വളരെ ഗംഭീരമായിട്ട് ഇസ്ലാമിൻ്റെ ധാരാളം അടിസ്ഥാനങ്ങൾ പഠിക്കാൻ കഴിയുന്ന അതിലാണ്. അതിൽ അദ്ദേഹം ഷഹാദത്തിനെയും ബിസ്മില്ലേനെയും ചേർത്ത് വെച്ചുകൊണ്ട് ഈ കൺസെപ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഇതിനെക്കുറിച്ച് പറയുന്നത്, ഈ ഷഹാദത്ത് എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പം അള്ളാഹ് മാത്രമേ ഉള്ളൂ, മറ്റൊന്നുമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതിൽ ഇലാഹില്ല എന്ന് മാത്രമല്ല, ഈ ലോകത്തിലെ ഒന്നിനും, അള്ളാഹു അല്ലാത്ത ഒന്നിനും എന്തില്ല, അസ്തിത്വമില്ല. ബിസ്മില്ല എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് ഒരു കാര്യം ചെയ്യുമ്പം
ഒന്നിന് നമ്മൾ അസ്തിത്വം കൊടുക്കുകയാണ്, ഒന്നിനൊരു റിയാലിറ്റി കൊടുക്കുകയാണ്. അള്ളാഹുവിൻ്റെ നാമത്തിൽ നമ്മളൊരു സാധനം ചെയ്യുമ്പം ഈ ലോകത്തിൽ ഒരു അസ്തിത്വവും ഇല്ലാത്ത സാധനത്തിന് എന്ത് ചെയ്യാണ്, അള്ളാഹുമായിട്ട് കണക്ട് ചെയ്യാണ്. അള്ളാഹുവുമായിട്ടുള്ള യഥാർത്ഥ അസ്തിത്വമുള്ള അള്ളാഹുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴേ എന്തിനും എന്തുള്ളൂ, ഒരു വിലയുള്ള ഒരു അസ്തിത്വമുള്ളൂ. ബാക്കിയൊക്കെ എന്താണ്, നശിച്ചു പോകാനുള്ളതാണ് എന്ന് കാണാൻ കഴിയും. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് വിധേയപ്പെട്ട് ചെയ്യുന്ന എല്ലാം ഇബാദത്താണ്. നമ്മൾ ചിരിക്കുന്നത് ഇബാദത്താകുന്നത് അള്ളാഹുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. അല്ലാതെ ചിരിക്കുന്നതിന് എന്തില്ല, ഒരു വിലയുമില്ല. നമ്മൾ ഒരാൾക്ക് പിന്നെ എന്തെങ്കിലും കൊടുക്കുമ്പം അല്ലെങ്കിൽ ടൈം സ്പെൻഡ് ചെയ്യുമ്പം ഇബാദത്താകുന്നത് എപ്പോഴാണ്? അള്ളാഹുമായിട്ട് അള്ളാഹിനെ അനുസരിച്ച് ചെയ്യുമ്പോഴാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് ഈ ലോകത്തിലെ എന്തെങ്കിലും ഒരു സാധനത്തിന് ഒരു അസ്തിത്വം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ഇത് പഠിപ്പിക്കുന്നത്. സൂറത്ത് ആരിയാത്തിൽ അള്ളാഹ് പറയുന്നുണ്ട്, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഇബാദത്ത് ചെയ്യാൻ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, മനുഷ്യരെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നതായിട്ട് കാണാൻ കഴിയും എന്നുള്ളതാണ്. ഇനി പിന്നെ ഇതേ കൺസെപ്റ്റ് ഇതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കും. ഇതേ കൺസെപ്റ്റ് ഈ ഫന ബക്ക എന്നുള്ളത്, കുല്ലുമൻ അലൈഹ ഫാൻ, എല്ലാം നശിച്ചു പോകും എന്നുള്ളതും, വയബ്ക വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, അള്ളാഹിൻ്റെ വജ്ഹ് മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്നുള്ളതിനെ വെച്ചുകൊണ്ട് സൂഫിസത്തിൽ വലിയ കൺസെപ്റ്റ്, അവരെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. ഫന ബക്ക എന്ന് പറഞ്ഞിട്ടുള്ള 2 കൺസെപ്റ്റ് ഉണ്ട്. അതിൽ ഫന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നശിക്കും, അവസാനം നശിക്കും. അതിനു മുമ്പേ ഈ ലോകത്ത് നമ്മൾ അള്ളാഹുവിനെ മാത്രം ഉള്ളിൽ നിറച്ചിട്ട് നമ്മൾ ഒന്നും ഇല്ലാതാകുന്നതിനെ കുറിച്ചാണ് ഫന എന്ന് പറയുക. ബക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫന നമ്മൾ മൊത്തത്തിൽ അള്ളാഹുവിനെ മാത്രം ഉള്ളിൽ നിറച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നതൊക്കെ എന്ത് ചെയ്യും, എല്ലാ കാലഘട്ടത്തിലും നിലനിൽക്കും എന്നുള്ളതാണ് ബക്ക എന്നുള്ള കൺസെപ്റ്റ്. അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചവൻ പിന്നെ അവൻ്റെ അസ്തിത്വത്തിനെ ഓർക്കാനും നശിക്കുന്ന കാര്യങ്ങളിൽ നിന്നും പിന്നെ അതിനേക്കാൾ എന്നെന്നും നിലനിൽക്കുന്ന അള്ളാഹുവിൽ തവക്കുല് ചെയ്യാനും അവൻ്റെ പിന്നെ ഒരു അസ്തിത്വത്തിൽ ഉറച്ചു നിൽക്കാനുമുള്ള ഈമാൻ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. പടച്ചവൻ നമ്മുടെ ചുറ്റും പിന്നെ സുരക്ഷിതത്വം അള്ളാഹു നൽകുമാറാകട്ടെ. പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കാനുള്ള തഖ്വയും ഈമാനൊക്കെ അള്ളാഹു നമുക്ക് ധാരാളം നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കുടുംബങ്ങളെയും പിന്നെ എല്ലാവരെയും അള്ളാഹു സംരക്ഷിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ റബ്ബൽ ആലമീൻ.